മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശത്തായിരിക്കുന്ന ഇവരെയും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇന്നൊരു പ്രഭാതം കാണാൻ ഇടയാകാതെ ആയിരിക്കുന്ന തലത്തിൽ നമ്മെ വളരെ ശ്രേഷ്ഠകരമായി ദൈവം നമ്മെ ഇന്ന് പരിപാലിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുക, തൻ്റെ മക്കളുമായുള്ള ബന്ധത്തിലേക്ക് പോകുക എന്നുള്ള ഒരു വലിയ താല്പര്യം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. താൻ സൃഷ്ടിച്ച തൻ്റെ മക്കളുമായി ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ ഉദ്ദേശ താല്പര്യങ്ങളാണ് ഇവിടെ സുവിശേഷമായി അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, വർണ്ണവിവേചനത്തെ നോക്കാത്ത നമ്മുടെ സൃഷ്ടാവായ ദൈവം സർവമാനവരാശിയെയും സ്നേഹിക്കുന്ന ഈ സ്നേഹ സന്ദേശം ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ജീവൻ തരുവാൻ ഇടയായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകപ്പെട്ട നിത്യരക്ഷ ഈ ലോകത്തുടനീളം ജനം അറിയുകയും അതിനൊത്തവണ്ണം ആ ജീവനെ പ്രാപിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു വലിയ താല്പര്യം പ്രിയപ്പെട്ടവരെ ദേശത്ത് അറിയിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: അവൻ ലോകസ്ഥാപനത്തിനു മുമ്പ് അറിയപ്പെട്ടവനും ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാണ്. എബ്രായ ലേഖന കർത്താവ് ഇപ്രകാരം പറയുന്നു: ഈ അന്ത്യകാലത്ത് അവൻ മുഖാന്തരം അരുളി ചെയ്ത വചനം. അന്ത്യകാലഘട്ടങ്ങളിൽ മനുഷ്യർ ഇനി നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ഒരേ ഒരു താല്പര്യത്തോടു കൂടെ സൃഷ്ടാവായ ദൈവം തന്റെ പുത്രനിൽ കൂടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ടുകൊണ്ട് പുത്രന് കൊടുത്ത സന്ദേശം കർത്താവ് ഈ ലോകത്തെ അറിയിപ്പാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നു: എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പ്രിയരെ, തന്നെ അയച്ച ആ പിതാവിനെ കുറിച്ച് ക്രിസ്തു വ്യക്തമായി ലോകത്തിന് തിരിച്ചറിവ് നൽകുകയാണ്. താൻ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നിത്യജീവൻ തരാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ തന്നെയും ക്രിസ്തു തനിക്ക് ലഭ്യമായ ജീവനെ കുറിച്ച് അവിടെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു: ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ എൻ മൂലം നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഈ സ്വർഗീയ പിതാവിന്റെ ജീവനെ പ്രാപിച്ച ക്രിസ്തു ഈ ലോകത്ത് വന്ന് ഇപ്രകാരം പറയുന്നു: ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനാണ്. ഇപ്പോഴുള്ള ജീവൻ മരണം കൊണ്ട് തീരുന്ന ജീവനാണ്, താൽക്കാലിക ജീവനാണ്. എക്കാലവും ജീവിപ്പാൻ എന്റെ പിതാവിനോടുകൂടെ നിങ്ങൾക്ക് ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് ജീവൻ ആവശ്യമായിരിക്കുക. അതുകൊണ്ട് ഞാൻ എന്റെ പിതാവ് അയച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും ഇത് സമൃദ്ധമായി ഉണ്ടാകുവാനും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സുവിശേഷവുമായുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു രക്ഷകനായി ഭൂമിയിൽ വരുമെന്ന് പറഞ്ഞതിന്റെ എല്ലാ ഉദ്ദേശങ്ങളും ഈ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തു നമ്മെ അറിയിച്ച നീതിയുള്ള പിതാവേ, നിന്നെ ലോകം അറിഞ്ഞിട്ടില്ല, ഞാൻ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തുന്നു എന്ന നിലവാരത്തിൽ
ക്രിസ്തു തന്റെ പിതാവിനെ വെളിപ്പെടുത്തുമ്പോൾ ഈ സത്യം മനസ്സിലാക്കിയ നമ്മളും ഇവിടെയോനായ ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗം ഒരുക്കുമ്പോൾ, ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേൾക്കുമ്പോൾ ആ ദൈവത്തോടു കൂടിയുള്ള ബന്ധമാണ് നമുക്ക് ആവശ്യം. ഈ ലോക ജീവിതത്തിൽ നമ്മൾ മരണത്തിന്റെ കീഴിൽ പോയാലും യേശു ക്രിസ്തു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് ഈ സൃഷ്ടാവ് നമ്മെ ഭൂമിയിൽ സൃഷ്ടിച്ചത്, എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം തിരുവചനത്തിലേക്ക് കടന്ന് അതിന്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം ജാതിയിലും മതത്തിലും സംഘടനയിലും കുടുങ്ങിപ്പോയി തങ്ങൾക്കുള്ള ജീവിതത്തിന്റെ ദൗത്യം എവിടെ നിന്ന് എന്താണ് എന്ന് തിരിച്ചറിയാതെ ഇന്ന് ജനം പലതിലും തെറ്റിപ്പോയിരിക്കുക. ദൈവവചനം പറയുന്നവർ പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം തെറ്റിപ്പോകുന്നു, പലതിലും പോയി പിടിക്കപ്പെട്ടിരിക്കുക. സത്യം മറന്നീക്കി യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി അറിയിക്കുമ്പോൾ ഏകസത്യ ദൈവമായ ഈ പിതാവിനെയും അവിടത്താൽ അയക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവായ എന്നെയും അറിയണമെന്ന് വ്യക്തമായി തിരിച്ചറിവ് കൊടുക്കുമ്പോഴും ജനം അതിലേക്കല്ല പോകുന്നത്. മറ്റൊരു നിലവാരത്തിനകത്ത് ജീവിക്കാൻ ബന്ധപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ലോകത്ത് കാണുവാനിടയായി തീരുന്നത്. പ്രിയരെ, അതുകൊണ്ട് അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തിൽ ദൈവം നമ്മെ തന്റെ പുത്രനായ ക്രിസ്തുവോട് അനുരൂപപ്പെട്ട് താനുമായി ഏക ശരീരമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുക. ആ തലത്തിലേക്ക് വന്ന് നിത്യജീവൻ അവകാശമാക്കി നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായ ക്രിസ്തുവിൽ കൂടെ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ഇടയായി തീരണമെന്നുള്ള ഒരു വലിയ സത്യമാണ് ഈ ദേശത്തെ അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവർ, കേൾക്കപ്പെട്ട തിരുവചന പ്രകാരം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ സന്ദേശങ്ങളും ദേശത്ത് കൊടുക്കുന്നതിന്റെ ആവശ്യകത എന്തെന്നാൽ കൂടുതലായി ജീവനെ പ്രാപിക്കണം. നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ജീവൻ, നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സമ്പത്ത്, ഇവയെല്ലാം നഷ്ടപ്പെട്ടാലും ഈ നിത്യജീവൻ നമുക്ക് പ്രാപിപ്പാൻ ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്.